नमस्ते। आज हम आचार्य रामचंद्र शुक्ल जी के भय नामक निबंध പഠേംഗെ. ഇന്ന് നമ്മൾ ആചാര്യ രാമചന്ദ്ര ശുക്ലജി എഴുതിയ ഭയ എന്ന നിബന്ധമാണ് പഠിക്കാൻ പോകുന്നത്. आचार्य रामचंद्र शुक्ल जी हिंदी के युग प्रवर्तक लेखक रहे हैं. निबंधकार, समीक्षक तथा साहित्यातिहासकार के रूप में प्रशस्त रहे हैं. ആചാര്യ രാമചന്ദ്ര ശുക്ലജി ഹിന്ദിയിലെ വളരെ പ്രസിദ്ധനായ യുഗപ്രവർത്തകനായ ഒരു ലേഖകനായിരുന്നു. നിബന്ധ രചനാകാരൻ, നിരൂപകൻ, സാഹിത്യ ചരിത്രകാരൻ എന്നീ മേഖലകളിൽ അദ്ദേഹം പ്രശസ്തനാണ്. उन्होंने भावात्मक और समीक्षात्मक दोनों प्रकार के निबंध लिखे हैं. उनकी भाषा संस्कृतमय और प्रौढ़ है. അദ്ദേഹം വൈകാരികപരവും വിമർശനാത്മകവുമായ രണ്ട് തരത്തിലുള്ള നിബന്ധ ലേഖനങ്ങളും എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമയവും പ്രൗഢപൂർണവുമായതാണ്. സംസ്കൃതം കലർന്നിട്ടുള്ള ഒരു ഭാഷയാണ് അദ്ദേഹം തൻ്റെ നിബന്ധങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. भय शीर्षक निबंध में लेखक ने मानव मन की मूल प्रवृत्तियों में स्थायी और अत्यंत बलवती प्रवृत्ति भय का सूक्ष्म विवेचन किया है. ഭയ എന്ന ശീർഷകത്തോടു കൂടിയ നിബന്ധത്തിൽ ലേഖകൻ മനുഷ്യ മനസ്സിലെ മൂൽ പ്രവൃത്തിയായ और സ്ഥായി ഭാവമായ और സുദൃഢമായ ശാശ്വതവും സ്ഥിരവുമായ ഒരു ഭാവമായ ഭയത്തിനെ കുറിച്ചുള്ള സൂക്ഷ്മമായ വിവേചനം, സൂക്ഷ്മമായ ചർച്ച ചെയ്തിരിക്കുന്നു. भय भी उत्साह आदि की भांति एक प्रमुख मनोविकार है. आनंद के वर्ग में जो स्थान उत्साह का है, दुख के वर्ग में वही स्थान भय का है. ഭയം എന്നത് ഉത്സാഹം പോലെയുള്ള ഒരു പ്രമുഖമായ മനോവികാരം തന്നെയാണ്. മനസ്സിലെ ഒരു അവസ്ഥയാണ് ഭയം എന്നത്. ആനന്ദ് കെ വർഗ് में जो स्थान उत्साह का है, दुख के वर्ग में वही स्थान भय का है. ആനന്ദത്തിൻ്റെ ശ്രേണിയിൽ ഉത്സാഹം എന്ന അവസ്ഥയ്ക്ക് എന്ത് സ്ഥാനമാണോ കൊടുക്കപ്പെടുന്നത്, അതേ സ്ഥാനം തന്നെയാണ് ദുഃഖത്തിൻ്റെ വർഗത്തിൽ ഭയം എന്ന അവസ്ഥയ്ക്ക് കൊടുത്തിരിക്കുന്നത്. भय में हम प्रस्तुत कठिन स्थिति के निश्चय से विशेष रूप से दुखी और कभी कभी उस स्थिति से अपने की दूर रहने के लिए प्रयत्नवान होते हैं. ഭയം എന്ന അവസ്ഥയിൽ നമ്മളതൊരു കഠിനമായ അവസ്ഥയായി ചിന്തിക്കുന്നു. ആ ഒരു വിശേഷകരമായ അവസ്ഥയിൽ നിന്നും നമ്മൾ പലപ്പോഴും എല്ലാ മനുഷ്യരും ഭയം എന്ന ആ അവസ്ഥയിൽ നിന്നും ദൂരെ ഇരിക്കാൻ അല്ലെങ്കിൽ മാറി നടക്കാൻ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, പ്രയത്നിക്കുന്നു. നമ്മൾ ആരും തന്നെ ഭയം എന്ന അവസ്ഥയെ കൂടെ കൊണ്ട് നടക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. അതിനാൽ അതിനെ ദൂരെ നിർത്താനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. शुक्ल जी के भय की परिभाषा देते हुए लिखा है, किसी आती हुई आपदा की भावना या दुख के कारण के साक्षात्कार से जो एक प्रकार का आवेगपूर्ण अथवा स्तंभकारक मनोविकार होते हैं, उसी को भय कहते हैं. ആചാര്യ രാമചന്ദ്ര ശുക്ലജി ഭയ എന്ന അവസ്ഥയുടെ പരിഭാഷ ഇപ്രകാരം നൽകിയിരിക്കുന്നു. കിസി ആത്തി ഹുയി ആപദ കി ഭാവന, ഏതെങ്കിലും വരാനിരിക്കുന്ന വിഷമം അല്ലെങ്കിൽ ദുരന്തത്തിൻ്റെ ഒരു ചിന്ത, യാ ദുഃഖ കെ കാരൺ കെ സാക്ഷാത്കാർ കോ ജോ ഏക് പ്രകാർ കാ ആവേഗപൂർണ്ണ അഥവാ സ്തംഭകാരക മനോവികാർ, വരാനിരിക്കുന്ന ഒരു ദുരന്തത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഷമത്തിൻ്റെ ചിന്തയിൽ ഉണ്ടാകുന്ന വളരെ സ്തംഭകാരകമായ ഒരു തരം മനോവികാരമാണ് ഭയം എന്നത് എന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറയുന്നത്. നമുക്ക് വരാനിരിക്കുന്നൊരു ദുഃഖത്തിൻ്റെയോ സങ്കടത്തിനെയോ കുറിച്ചുള്ള ഒരു തരം ചിന്ത, ആ ചിന്തയിൽ നിന്ന് നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ഒരു തരം വികാരം, അതിനെയാണ് ഭയം എന്ന് ആചാര്യ രാമചന്ദ്ര ശുക്ലജി
പറയുന്നത്. ഭയ് കെ ദോ രൂപ് ഹേ സാധ്യ ഔർ അസാധ്യ. ഭയത്തിന് രണ്ട് രൂപമാണുള്ളത്. ഒന്ന് സാധ്യമായതും ഒന്ന് അസാധ്യമായതും. സാധ്യ വിഷയ് വഹ് ഹേ ജോ പ്രയത്ന ദ്വാര ദൂർ കിയാ രഖാ ജാ സക്താ ഹേ. സാധ്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അത് നമുക്ക് പ്രയത്നത്തിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അത്തരം ഭയത്തിന് നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കുന്നു. അസാധ്യ വിഷയ് വഹ് ഹേ ജിസ്കാ കിസി പ്രയത്ന ദ്വാര നിവാരൺ അസംഭവ് ജാൻ പടേ. അസാധ്യ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താലും അതിനെ ഇല്ലാതാക്കുവാൻ കഴിയില്ല. സാഹസി വ്യക്തി ഹർ പരിസ്ഥിതി മേം ഭയ് സെ ബച്നെ കി ഉപായ് നികാൽ ലേത്താ ഹെ. ധൈര്യവാനായ ഒരു വ്യക്തി എല്ലായ്പ്പോഴും ഭയത്തിൽ നിന്നും എല്ലാ അവസ്ഥയിൽ നിന്നും ഭയം എന്ന ആ അവസ്ഥയെ മാറ്റി നിർത്താൻ അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ഉപായം എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. जिन व्यक्तियों में भाव बहुत समय के लिए विद्यमान रहते हैं वहाँ भय का फल भय के संचार तक हो रहा है. ഒരു വളരെ സംവേദനശീലനായ അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് വേദനിക്കുന്ന ഒരു വ്യക്തിയിൽ ഭയത്തിൻ്റെ ആ ഒരു അവസ്ഥ, ഭയത്തിൻ്റെ ആ ഒരു ഭീകരമായ അവസ്ഥ ആ വ്യക്തിയിൽ അദ്ദേഹത്തിൽ നിന്നും ഭയം വിട്ടുമാറുന്നതുവരെ നിലനിൽക്കും എന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറയുന്നത്. ज्यों ही व्यक्ति भय को भूल जाता है उसे किसी भयंकर समस्या का समाधान करना पड़ता है. എപ്പോഴാണോ വ്യക്തി ഭയത്തെ മറന്നു കളയുന്നത് അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു വളരെ വലിയ പ്രശ്നങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പ്രശ്നങ്ങളെ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുകയുള്ളൂ. ഭയമുള്ള ഒരവസ്ഥയിൽ ഒരു മനുഷ്യന് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറയുന്നത്. मानव की प्रकृति में अनेक रूपता सदैव रही है. उसमें सुखद और दुखद दोनों भाव बराबर बने रहते हैं. മനുഷ്യ പ്രകൃതിയിൽ അനേകം പ്രകാരത്തിലുള്ള ഭാവങ്ങളുണ്ട്. അതിൽ സുഖകരവും ദുഃഖകരവുമായ രണ്ട് തരത്തിലുള്ള ഭാവവും ഈക്വലായിട്ട് നമ്മൾ നിലനിർത്താൻ ശ്രമിക്കുന്നു. इन सब का व्यक्तिगत रूप से इतना अंदर नहीं आता जितना समष्टि रूप से, क्योंकि व्यक्तिगत विषमता होने पर भी समष्टि रूप में मनुष्य जाति का वैसा अमंगल नहीं हो सकता है. ഈ സുഖകരവും ദുഃഖകരവുമായ അവസ്ഥയെ വ്യക്തിഗത രൂപസെ നമ്മൾ വ്യക്തിഗതമായിട്ട് അനുഭവിക്കുന്നതും ഒരു കൂട്ടമായി അനുഭവിക്കുന്നതും തമ്മിൽ വളരെയധികം വ്യത്യാസം ഉണ്ടെന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറയുന്നത്. നമ്മൾ വ്യക്തിപരമായി അനുഭവിക്കുന്ന സുഖവും കൂട്ടമായിട്ട് അനുഭവിക്കുന്ന സുഖവും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ദുഃഖമായാലും വ്യക്തിപരമായ ദുഃഖവും ആ ദുഃഖത്തിൽ മറ്റുള്ളവർ പങ്കുചേരുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറയുന്നത് വ്യക്തിപരമായുള്ള വിഷമത അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് കൂട്ടമായിട്ട് കുറച്ച് പേർ കൂടുതലുണ്ടെങ്കിൽ അത്രയും തന്നെ ഭീകരമായ ഒരവസ്ഥ ആയിരിക്കില്ല അത് എന്നാണ്. इसलिए शुक्ल जी ने कहा है संघ एक शक्ति है जिसका धारा शुभ और अशुभ दोनों के പ്രസാർ की സംഭാവന बहुत बढ़ जाती है. അതുകൊണ്ട് ആചാര്യ രാമചന്ദ്ര ശുക്ലജി ഇപ്രകാരം പറയുന്നു: സംഘം അല്ലെങ്കിൽ ഒരു കൂട്ട് എന്നത് ഒരു വളരെ വലിയ ശക്തിയാണ്. അതിലൂടെ നമുക്ക് ശുഭകരവും അശുഭകരവുമായ രണ്ട് തരത്തിലുള്ള കാര്യവും വളരെയധികം അനുഭവിക്കുവാൻ കഴിയുന്നു. महायुद्ध लड़ने के बाद उन्हें अपनी नीति का कहलापन स्पष्ट हो चुका है. മഹായുദ്ധ് അതായത് ഒരു മഹായുദ്ധം നടത്തിയതിന് ശേഷം, യുദ്ധത്തിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹം തൻ്റെ നീതി സ്പഷ്ടമാക്കുന്നു. अभी भी विश्व में सबल और निर्बल देशों के बीच अर्थशासन की प्रक्रिया अनवरत चल रही है. ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറയുന്നത് ഇപ്പോഴും ലോകത്തിൽ ബലവാനും ദുർബലനും തമ്മിലുള്ള ഭരണപരവും സാമ്പത്തികപരവുമായ ആ ഒരു
അന്തരം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറയുന്നത്. പ്രത്യേക പ്രാണികോ സുഖി രഹനേക്ക അധികാർ ഹേ. ഓരോ ജീവിക്കും സുഖകരമായി ജീവിക്കുവാനുള്ള അധികാരമുണ്ട്. ഉസി പ്രകാർ വഹ് ഭയമുക്ത് ഹി രഖന ചാഹിയെ. അതുപോലെ തന്നെ ഓരോ പ്രാണിയും ഭയരഹിതമായി ജീവിക്കാനുള്ള അവകാശവുമുണ്ട്. നിർഭയത കെ സമ്പാദൻ കെ ലിയെ ദോ ബാത്തോം കി ആവശ്യകത ഹേ കി. നിർഭയത അതായത് ഭയമില്ലാത്ത അവസ്ഥയോടുകൂടി ജീവിക്കണമെങ്കിൽ 2 കാര്യങ്ങൾ ആവശ്യമാണെന്നാണ് ആചാര്യ രാമചന്ദ്ര ശുക്ലജി പറഞ്ഞു വരുന്നത്.